നുസ്രത് ജഹാൻ, ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ചില കാര്യങ്ങൾ പലരും ഒരുപക്ഷെ തുറന്നു പറയണം എന്ന് ആഗ്രഹിച്ച കാര്യങ്ങളായിരിക്കാം. മലപ്പുറം പ്രത്യേക രാജ്യമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പ്രത്യേകം ചില ആളുകളുടെ സംസ്ഥാനമായി മലപ്പുറം മാറുന്നു എന്ന സൂചന അദ്ദേഹം നൽകുകയാണ്. മാത്രവുമല്ല, അവിടെ ഈഴവ പിന്നോക്ക വിഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു സാമൂഹിക പ്രശ്നം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. ഈഴവർക്ക് അവിടെ കിട്ടുന്നത് തൊഴിലുറപ്പ് മാത്രം. കാര്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. സാമ്പത്തികമായി ഉന്നതി പ്രാപിക്കുന്ന വിധത്തിൽ ഒരു ഇടപെടലും അവിടെ സാമൂഹികമായി ഈഴവ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാകാം വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയിപ്പിക്കാൻ ഇടവരുത്തിയ ഘടകങ്ങൾ? വെള്ളാപ്പള്ളി നടേശന് ഇത് പറയാൻ അദ്ദേഹം എപ്പോഴും എന്തെങ്കിലും പറയണ അദ്ദേഹം അവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇതാണ് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രസ്താവനകൾ ഇറക്കുന്ന ഒരു വശമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുള്ളൂ. പിന്നെ മറ്റുള്ളവരെ മേലെ പഴി ചാരാൻ വേണ്ടിയിട്ടും നമ്മളെപ്പോഴും സ്വാതന്ത്ര്യത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയ്ക്ക് മാത്രമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കേൾക്കുന്ന സൗത്ത് മൊത്തമായിട്ടുള്ള ഒരു പ്രശ്നമാണ് നമ്മളെപ്പോഴും സംസാരിക്കാറ്. മലപ്പുറത്തിനെ പ്രത്യേകമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവിടെയുള്ള പേഴ്സണലി നമ്മൾ എടുക്കുകയാണെങ്കിൽ ആൾക്കാരെ അവർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം മലപ്പുറത്തിൽ മാത്രമാണ് ഇഴവർക്ക് ഇത് കിട്ടാത്തത് ഉള്ളതും അവിടെ സംഭവിക്കുന്നുള്ളതെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇഴവർ ആ ഒരു ഇതിന്ന് ആ ലെവലിൽ നിന്ന് നമ്മൾക്ക് റിസർവേഷൻ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പറയാനുള്ള ഡോക്ടർ BR അംബേദ്കർ എല്ലാം എഴുതി വെക്കുമ്പോൾ അദ്ദേഹത്തിന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാനോ അദ്ദേഹത്തിന് ഇത്രയും വലിയ ഇന്ത്യൻ്റെ അത്യുന്നതങ്ങളിൽ എന്നൊന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു പേരായി മാറാനോ ഒരു റിസർവേഷനും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ തന്നെ തീർക്കേണ്ടതാണ്. അത് വിദ്യാഭ്യാസം കൊടുക്കാൻ സ്വന്തം സമുദായത്തിൽ നിന്നല്ല കുടുംബത്തിൽ നിന്ന് നോക്കി എല്ലാവരും പഠിച്ചവർക്ക് ജോലിയുണ്ട്. അതൊക്കെ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്നുണ്ട്. ജോലി കിട്ടുന്നുണ്ട്, പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. എത്രയോ കോളേജുകൾ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കോളേജുകൾ വരെ മലപ്പുറത്തും എല്ലാം നമ്മളെ കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ കിട്ടി. പിന്നെ വിദ്യാഭ്യാസം കൊടുക്കുന്ന എല്ലാവരും അവിടെ ഇവിടെയൊക്കെ പോയി പഠിക്കുന്നുണ്ട്. പിന്നെ ആകെ കാര്യം എന്ന് വെച്ചാൽ കുറച്ച് നമ്മൾ ശ്രദ്ധിച്ചതിൽ കുറച്ച് തീവ്രവാദികൾക്ക് അടുത്ത കാലത്തായിട്ട് സ്ഥലം ഒരുക്കി കൊടുത്തൊരു സ്ഥലം അതിൻ്റെ ഉള്ളിൽ ഒരു ഒളിച്ചു കടത്തില്ലേന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അത് നമ്മൾ മലപ്പുറത്തു നിന്ന് മാത്രമല്ല, നമ്മൾ സൗത്ത് ഇന്ത്യനെ നമ്മളെപ്പോഴും പറയുന്നത് കേരളത്തിൽ അതിന് വേണ്ടിയിട്ട് വളം വെച്ച് കൊടുക്കാണ്ട്. പിന്നെ മൂപ്പരൊക്കെ പറയുന്നത് ഇപ്പോൾ പിണറായി വിജയൻ ഒരിക്കൽ പറഞ്ഞു അവരെന്നെ മാറ്റി പറയും അതൊക്കെ. കാരണം അവർക്ക് അവരുടെ വശങ്ങൾ അവർ ഒരു വിഷം ഇട്ടവിട്ട് പറഞ്ഞ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവസാനം പിന്നെ എല്ലാം സംഗീന പറയും. BJPക്ക് BJPനെ കുടുക്കിലാക്കണ തുടക്കം ഇട്ട് കൊടുക്കണ എല്ലാ സംഗതികളും ചെയ്തിട്ട് അവസാനം വരുക നരേന്ദ്രമോദി സർക്കാർ ഇങ്ങനെ ചെയ്തിട്ടാണ് എല്ലാം ലാസ്റ്റ് അങ്ങനെ പോകും. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇവരുടെ ഒരു ട്രിക്കാണിത്. ഇതൊരു രാഷ്ട്രീയ ട്രിക്കാണ്. കേരളത്തിൽ മാത്രം ഇപ്പോൾ കാണുന്ന ഒരു സംഗതിയാണ്. വേറെ എവിടെയും നമ്മൾ കാണില്ല. എന്തെങ്കിലും ഒന്നും ആവശ്യമില്ലാത്തത് അങ്ങ് പറഞ്ഞ് ബാക്കിയുള്ളതിന് നമ്മൾ പറഞ്ഞതിൽ ഇങ്ങനെ പറഞ്ഞല്ലോ, മലപ്പുറത്തിനെ പറഞ്ഞല്ലോ, മലപ്പുറം മുസ്ലിങ്ങളെ പറഞ്ഞല്ലോ, ഇത് പറയും. അല്ല, മലപ്പുറത്ത് എല്ലാവരും ഒരുപോലെ തന്നെയാണ്. മലപ്പുറത്തുകാരെയൊക്കെ മനസ്സ് എല്ലാം നമ്മൾ ഞാൻ ചാലിയാറിൻ്റെ ഇക്കരയും മലപ്പുറം എനിക്ക് ചാലിയാറിൻ്റെ അക്കരയായിരുന്നു വെളമരം. ആ സമയത്ത് കണ്ട ഇത് തന്നെയാണ് അവിടെ ഇപ്പോഴും ഉള്ളത്. പിന്നെ ഏറ്റവും വലിയ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നപ്പോൾ ഇദ്ദേഹം ഇരിക്കുന്ന സർക്കാർ തന്നെയല്ലേ ഇപ്പോൾ ഇവിടെ ഉള്ളത്. എന്താണ് സർക്കാരിനോട് ചോദിക്കാത്ത ഒരു സ്റ്റേറ്റിന്? പക്ഷേ ഇല്ല, ഇതൊക്കെ ഇപ്പോൾ മലപ്പുറത്തിനെ ഭാഗിച്ച് മലപ്പുറം ഒരു രാജ്യം, സൗത്ത് ഇന്ത്യ ഒരു സൗത്ത് കട്ടിങ് നമ്മൾ കണ്ടു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അജണ്ട എവിടെയോ ഇവർ പ്ലാൻ ചെയ്ത ഒരു ഡിവൈഡ് ആൻഡ് റൂൾ അല്ലേ എന്നല്ലേ ഞാൻ തോന്നുന്നുണ്ട് നീലിമ. അതിന് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ പറയട്ടെ വിചാരിച്ചിട്ട് ഇവരുടെ പൊളിറ്റിക്കൽ ടാർജറ്റാണ്.